കൊലപാതക സമയം പകലാണെന്നും രാത്രിയാണെന്നും ഒക്കെ തന്നെ പോലീസിന്റെ മൊഴി വരുന്നുണ്ട്. പക്ഷേ പിന്നീട് ആ മൊഴികളൊക്കെ തന്നെ മാറാം. അയാൾ കൊടുത്തിരിക്കുന്ന മൊഴികൾ ചെറിയ വൈരുദ്ധ്യമൊക്കെ തന്നെ വരാം. പക്ഷേ എന്താണെങ്കിലും പകൽ സമയത്ത് ഒരു കാരണവശാലും ഇയാൾക്ക് അവിടെ കുഴിയെടുക്കാനോ കുഴിച്ചു മൂടാനോ അതിന്റെ പുറത്ത് ഈ സിമന്റ് വിതറി ഒന്ന് ദൃഢപ്പെടുത്താനോ ഒന്നുമുള്ള സമയം പകൽ സമയത്ത് സാധിക്കില്ല. കാരണം ഈ പറമ്പിന്റെ 4 പാട് നമുക്ക് ദൃശ്യങ്ങളിൽ അത് മനസ്സിലാകും. ഈ പറമ്പിന്റെ 4 പാടും വീടുകളാണ്. എപ്പോഴും ആളുകൾ സജീവമായിട്ടുള്ള മേഖലയാണ്. കുട്ടികളടക്കം പന്ത് കളിക്ക് വരുന്ന സ്ഥലമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ എല്ലാ ദിവസവും വൈകിട്ട് പന്ത് കളി നടക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും വൈകിട്ട് കുട്ടികൾ അവിടെ വന്ന് കളിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ആ രീതിയിലുള്ള ഒരു കാര്യവും നടക്കില്ല. പക്ഷെ ഇത് പുലർക്കാലത്താണെങ്കിൽ ഒരു പക്ഷേ ആളുകൾ ഉണരാത്ത സമയമാണ്. നല്ല 3 മണി സമയമോ പുലർച്ചെ 4 മണി സമയമൊക്കെ ആണെങ്കിൽ അധികം ആരും ഉണരാത്ത തരത്തിൽ ഈ മണ്ണ് മാന്താനും സാധിക്കും. മണലായതുകൊണ്ട് തന്നെ വലിയ ശബ്ദമുണ്ടാകാതെ മൺവെട്ടി കൊണ്ട് മണല് നീക്കാനും പറ്റും എന്നുള്ളതാണ് ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത. ആ രീതിയിൽ സാവധാനം മണ്ണ് മാറ്റി കുഴിച്ച് മൂടി എന്നൊരു സാവധാനം ചെയ്യാനുള്ള സമയം ഇയാൾക്ക് കിട്ടിക്കാണും. ഒപ്പം തന്നെ ഇത് നിരീക്ഷിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളടക്കം കളിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ മണ്ണ് മാറ്റാൻ മറ്റാരും ഇരിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇയാൾ നിരീക്ഷിച്ചു പോന്നിരുന്നിരിക്കാം. പക്ഷേ ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം എപ്പോഴും എവിടെയും എന്തെങ്കിലും ഒരു കാര്യം ബാക്കി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇയാൾക്ക് കണക്കുകൂട്ടലുകൾ തെറ്റുകയും പിന്നീട് ഈ പ്രതിയിലേക്ക് തന്നെ കരുനാഗപ്പള്ളി പോലീസിന് എത്തേണ്ടി വരികയും ചെയ്തത്. പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഈ പരാതി കിട്ടിയത് മുതൽ അതീവ രഹസ്യമായിട്ടാണ് ഇത് അന്വേഷിച്ചു പോകുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിൽ ഒരു മിസ്സിംഗ് കേസ് വന്ന സമയത്ത് തന്നെ ഇതിനുള്ള സാധ്യത നോക്കിയിരുന്നു. സമീപകാലത്ത് ആലപ്പുഴ ജില്ലയിൽ നടന്ന മാൻ മിസ്സിംഗ് കേസുകളിൽ അധികവും ഇങ്ങനെ കൊല ചെയ്ത് കുഴിച്ചു മൂടിയ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യവും പോലീസ് അന്വേഷിച്ചു വന്നു. ഇയാളുടെ വീടും പരിസരവും ഒക്കെ തന്നെ നേരത്തെ നിരീക്ഷിച്ചു വന്നിരുന്നു. ഇയാൾ ഏതെങ്കിലും സഹായം ഇയാൾ നേരത്തെ നേടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടാണ് കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പിന്നെ അത് മാറ്റി മറ്റൊരു സ്ഥലത്ത് മറവ് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും പോലീസ് സംഘം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ബുദ്ധിപരമായ നീക്കങ്ങൾ, ഒരു കാരണവശാലും ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പ്രതി നടത്തിയ കൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും പുറത്തു പോകാതെ കൃത്യമായി ലഭിക്കാനുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാട്ടുകാർ പറയുന്നത് എന്താണ്? ഇയാൾ ആരുമായും അങ്ങനെ സഹകരണമില്ലാത്ത ആളാണ്, ഇയാൾ മദ്യപിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോഴും ഇയാൾക്ക് ഇത്തരത്തിൽ ഇതെന്താണ് ഒരു കൊലപാതകം എന്നതിനപ്പുറം കൊലപാതകം നടത്തുകയും അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുകയും ആ മൃതദേഹം ബുദ്ധിപൂർവ്വം മറ്റൊരു പറമ്പിൽ കൊണ്ട് വീടുപണി നടക്കുന്ന പറമ്പിൽ കൊണ്ട് മറവ് ചെയ്യുകയും അതിനുശേഷം ഈ ഫോൺ കൊണ്ട് KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരു സാധാരണ ഒരു പ്രകോപനത്തിൽ ഒരു കൊലപാതകം ചെയ്ത് പോയി എന്ന് കരുതാമെങ്കിൽ അയാളുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യമല്ലല്ലോ മനീഷ്. അപ്പോൾ അതിന് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിൽ ഇയാൾ തനിച്ചാണോ? അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ സുഭദ്ര കൊലപാതകം നടന്ന സമയത്ത് കലവൂരിലാണ് സുഭദ്ര കൊലപാതകം നടക്കുന്നത്. ആ സമയത്തും കേസിലെ പ്രതികൾക്ക് സാമൂഹ്യപരമായ ഒരുപാട് ചങ്ങാത്തമോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായി പരിചയമൊന്നുമില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ അവിടെ ഒരു കൊലപാതകം നടത്തിയ ശേഷം സ്ത്രീയെ മറവ് ചെയ്യാൻ ഒരാളെ കൂലിക്കെടുത്തിട്ടായിരുന്നു കുഴിയെടുത്തത്. ആ രീതിയിൽ ഇവിടെ നാട്ടുകാരുമായി വലിയ സഹകരണം ഇല്ലെങ്കിലും കുഴിയെടുക്കാനോ അല്ലെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ മൃതദേഹം ഒറ്റയ്ക്ക് വീടിന്റെ അവിടെ നിന്ന് പിന്നിലുള്ള പറമ്പിലേക്ക് എത്തിക്കാനോ ഒക്കെ തന്നെ ആരുടെയെങ്കിലും സഹായം, അത് മറ്റെന്തെങ്കിലും മദ്യമോ പണമോ നൽകി ആരെയെങ്കിലും ഇയാൾ സഹായത്തിന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം അത്തരം സാധ്യതകൾ കൂടി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത്രയും ജനവാസ മേഖലയിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് കൊലപ്പെടുത്തി പിന്നീട് അത് കുഴിച്ചു മൂടാനുള്ള ഒരു സഹായം മറ്റെവിടെന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സാധ്യത കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരെ അടക്കം ചോദ്യം ചെയ്തു വന്നിരുന്നു. ഇനി മൃതദേഹം ഏകദേശം പുറത്തെടുത്തു കഴിഞ്ഞു. അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് തന്നെ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോയ ശേഷമായിരിക്കും പിന്നീട് കരുനാഗപ്പള്ളി പോലീസിന്റെ അന്വേഷണ പരിധിയിലായതുകൊണ്ട് അവരാണ് കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുക, തീരുമാനമെടുക്കുക കരുനാഗപ്പള്ളി പോലീസ് ആയിരിക്കും. ആലപ്പുഴ കൊല്ലം ജില്ലാ പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി NP മോഹനചന്ദ്രൻ, ഒപ്പം തന്നെ ഈ കൊല്ലം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഇവിടെ എത്തി നേരിട്ട് കാര്യങ്ങളൊക്കെ തന്നെ കണ്ട് വിലയിരുത്തിയാണ് പോയിട്ടുള്ളത്. കരുനാഗപ്പള്ളി DYSP, അമ്പലപ്പുഴ DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. നാട്ടുകാരെ ഒക്കെ തന്നെ ഈ മേഖലയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി കൂടുതൽ പോലീസുകാരെയും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ റവന്യൂ സംഘം, തഹസിൽദാർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ കുഴി മാറ്റിയുള്ള പരിശോധന, തെരച്ചിൽ
ഇത് മാറ്റിയുള്ള അന്വേഷണം ആരംഭിച്ചത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ പ്രതിയെ തിരിച്ച് വീണ്ടും കൊണ്ടുപോകുന്ന കാഴ്ച കൂടി കാണാൻ മൃതദേഹത്തിന്റെ ദുർഗന്ധം വമിക്കുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും. അങ്ങനെ നാട്ടുകാർ ആകെ ആ ഒരു രീതിയിൽ ഞെട്ടലോടുകൂടിയാണ് ഇങ്ങനെ ജയചന്ദ്രൻ എന്ന ആള് ഇങ്ങനെ ആരോടും പ്രശ്നത്തിന് പോകാത്ത, പക്ഷെ ചില സ്വഭാവദോഷമുള്ള ആൾ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഞെട്ടലോടെയാണ് ഇവിടെയുള്ള സമീപവാസികൾ കാണുന്നത്. ഇത് പുറക്കാട് പഞ്ചായത്ത് 3-ാം വാർഡാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തീരദേശത്തോട് അടുത്ത സ്ഥലമാണ്. നേരത്തെ പുനർഗേഹം പദ്ധതിയിൽ പ്രകാരം 2 വർഷങ്ങൾക്ക് മുൻപാണ് തീരദേശവാസിയായിരുന്ന ജയചന്ദ്രൻ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചു തുടങ്ങിയത്. കാശ്മീർ. ഓക്കെ, അപ്പോൾ നാട് ഞെട്ടിയ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങൾ പറയുകയായിരുന്നു മനീഷ് മഹിപാലും. 24 ആണ് ഈ വാർത്ത ആദ്യം കേരളത്തെ അറിയിച്ചത്.